ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയും സിദ്ധുവും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രേമയും ചന്ദ്രലേഖയും കൂടി അവിടേക്ക് വരുന്നത്. അങ്ങനെ ഫോൺ കട്ടാക്കിയ ശേഷം ചോദിക്കുകയാണ് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ പറയണേ മോട്ടിവേഷൻ ക്ലാസ് ആണ് ചേച്ചി. അപ്പോൾ സിദ്ധു ദേഷ്യത്തിൽ പറയണ അതെ ദേവികയാണ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പറയണ എത്ര ഉറക്കൊഴിച്ച് പഠിച്ചാലും റിസൾട്ട് വരുമ്പോൾ തോറ്റു പോകുന്ന ചില കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ നമുക്ക് കാണാം എത്രയും പെട്ടെന്ന് റിസൾട്ടും വരും എന്നും പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോകുന്ന സമയത്ത് പ്രേമ കളിയാക്കിയിട്ട് പറയണേ നാളെ ഉറപ്പായും ആ മനോഹരന് ജാമ്യം കിട്ടണേ എൻ്റെ ഈശ്വര, നാളെ അമ്പലത്തിൽ പോയി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ ചേച്ചി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ, ഒരു സ്വൈര്യം തരുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രേമ കളിയാക്കിയിട്ട് പറയണേ ഞങ്ങൾ നിന്റെ സ്വൈര്യം ഒന്നും കെടുത്തുന്നില്ല, നിനക്ക് സ്വൈര്യവും സമാധാനവും തരുന്ന ആളുടെ ഫോൺ ഇപ്പോൾ വരും എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവാണ് കേട്ടോ. പിന്നീട് അക്ഷരയും കാഞ്ചനയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് കാഞ്ചന അക്ഷരയോട് ചോദിക്കുകയാണ് എന്തായി നിന്റെ സ്വർണ്ണങ്ങളൊക്കെ നിന്റെ അച്ഛന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അല്ല മോളെ, ഞാൻ ചോദിച്ചത് വിശാലിന് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ നിന്റെ അച്ഛന് അതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി വിശാൽ മോൻ സഹായിക്കുമെന്ന് പറയുമ്പോൾ വിശാലിന്റെ ഒരു സഹായവും വേണ്ടെന്ന് ഞാൻ അപ്പച്ചിയോട് അപ്പം തന്നെ പറഞ്ഞതല്ലേ എന്ന് ദേഷ്യത്തിൽ അങ്ങ് പറയട്ടോ. അല്ല എന്തിനാണാവോ വിശാലിനെയൊക്കെ ഇതിൽ ഇടപെടുത്താൻ നിൽക്കുന്നത് അപ്പച്ചിക്കും ആവശ്യത്തിലധികം സ്വർണ്ണമുണ്ടല്ലോ, അപ്പോൾ അതങ്ങ് കൊടുത്താൽ പോരെ അച്ഛന് എന്നങ്ങ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കാഞ്ചന അങ്ങ് പതറുകയാണ്. ആ സമയത്ത് രഞ്ജൻ അക്ഷരയെ വിളിക്കുന്നത്. അങ്ങനെ അക്ഷര പോയി കഴിഞ്ഞ ശേഷം കാഞ്ചന സ്വർണ്ണങ്ങളൊക്കെ അങ്ങ് ഊരി വെക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഞാനായിട്ടാണ് ഇവരോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, അച്ഛനും മോളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഇതിനെക്കുറിച്ച് ഈ സ്വർണത്തെക്കുറിച്ച് പറഞ്ഞത് തന്നെ. ഇപ്പോൾ എൻ്റെ സ്വർണത്തിലാണല്ലോ അച്ഛൻ്റെയും മോളുടെയും കണ്ണുള്ളത്, എങ്കിൽ ഇത് ഇപ്പം തന്നെ ഊരി വെക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ട് കാഞ്ചന സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഊരി വെക്കുകയാണ്. ഈ സമയം അക്ഷരയും നിരഞ്ജനും ജയശങ്കറിൻ്റെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് ജയശങ്കറിനോട് പറയണേ അക്ഷരയുടെ എല്ലാ സ്വർണ്ണങ്ങളും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്കത് വിൽക്കുകയോ പണയം വെക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, തൽക്കാലം ഇപ്പോൾ തങ്കച്ചിയുടെ മുന്നിൽ നമ്മുടെ അഭിമാനം വിട്ടുകൊടുക്കരുത് എന്ന് നിരഞ്ജൻ പറയുന്ന സമയത്ത് നമുക്ക് രണ്ടു പേർക്കും അത് വിൽക്കാനും പണയം വെക്കാനൊന്നും പറ്റില്ല, കാരണം അത് നമ്മളെ എല്ലാവരെയും അറിയുന്നതാണ്, എല്ലാവരും നമ്മളെക്കുറിച്ച് അറിയുമ്പോൾ അതൊരു നാണക്കേടാണ് എന്ന് പറയട്ടോ. അപ്പോൾ അക്ഷര പറയണേ സ്വർണം പണയം വെച്ചാലും വിറ്റാലും ഒന്നും എനിക്കൊരു പ്രശ്നവുമല്ല, പക്ഷേ ആ സ്വാമി അയാളെ കൊണ്ട് തൊടിയിപ്പിക്കരുത്, അത് എൻ്റെ വാശിയാണ്, അയാൾ എൻ്റെ സ്വർണം തൊട്ടു പോവരുത് എന്ന് പറയട്ടെ. അപ്പോഴാണ് അവിടേക്ക് കാഞ്ചന വരുന്നത്. അപ്പോൾ കാഞ്ചന ആഭരണങ്ങളൊക്കെ ഊരി വെച്ച് വരുന്നത് കാണുന്ന സമയത്ത് ജയശങ്കറും അക്ഷരയും നിരഞ്ജനൊക്കെ അതിശയത്തോടെ നോക്കുകയാണ്. അപ്പോൾ കാഞ്ചന ചോദിക്കണം അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ അക്ഷര ചോദിക്കണം അല്ല അപ്പച്ചിയുടെ ആഭരണങ്ങളൊക്കെ എവിടെ, ഇപ്പോൾ തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ നിരഞ്ജൻ പറയണേ അല്ല കള്ളം കൊണ്ടുപോയോ അപ്പച്ചി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ആഭരണങ്ങളൊക്കെ ഇട്ട് നടക്കുമ്പോൾ വല്ലാത്തൊരു ചൊറിച്ചിൽ, എല്ലാം മുക്കുബണ്ടമല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ജയശങ്കർ പറയണേ എനിക്കറിയാം നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന്, ഞാൻ എന്തായാലും നിന്റെ ആഭരണങ്ങളൊന്നും ഞാൻ ചോദിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞു പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിങ്ങൾ എന്നെ കൊണ്ട് ഊരിച്ച് വാങ്ങിച്ചില്ലേ, അതിൻ്റെയൊക്കെ ശിക്ഷയാണ് നിങ്ങളുടെ മകളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ സ്വർണം ഇരക്കേണ്ടി വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ നിരഞ്ജൻ പറയണേ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടണ്ട, നമ്മളുടെ ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ ആളുകളൊക്കെ ഉറ്റുനോക്കുകയാണ്, ഇവിടെ വെറുതെ സംസാരം ഉണ്ടാക്കണ്ട എന്ന് പറയട്ടോ. അപ്പോൾ അക്ഷര പറയണേ എന്തായാലും അപ്പച്ചിയുടെ ആഭരണങ്ങളൊന്നും ഇവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണേ അപ്പച്ചിക്ക് ആഭരണം ഇല്ലാതായപ്പോൾ ഐശ്വര്യം കെട്ടുപോയി, അതുകൊണ്ട് തിരിച്ച് ആഭരണം ഇട്ടേക്ക് അപ്പച്ചി എന്ന് പറയട്ടോ. അപ്പോൾ നിരഞ്ജൻ പറഞ്ഞത് കൊണ്ട് ഞാൻ തിരിച്ചിടാം എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണേ ഇപ്പോൾ നിന്റെ ചൊറിച്ചിലൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ചൊറിച്ചിൽ ഞാൻ വേണമെന്ന് വിചാരിച്ചാലേ അത് തിരികെ വരും, അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്നും പറഞ്ഞ് അപ്പച്ചി ആഭരണങ്ങളൊക്കെ തിരിച്ചിടാൻ വേണ്ടി റൂമിലേക്ക് പോവാണ്. പിറ്റേ ദിവസം രാവിലെ സിദ്ധു മനോഹരനെ പുറത്തിറക്കാൻ വേണ്ടി കോടതിയിലേക്ക് പോവാട്ടോ. ആ സമയം നടേശനും ഫ്രണ്ട്സുകളും വന്ന് സിദ്ധുവിനെ തടയാണ്. അപ്പോൾ സിദ്ധുവിനോട് ചോദിക്കുകയാണ് അല്ല മരുമോൻ എവിടേക്കാണ്, കോടതിയിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു ദേഷ്യത്തിൽ പറയാണ് വക്കീൽ സിദ്ധാർത്ഥ് കോടതിയിലേക്കാണെന്ന് പറയട്ടോ. അപ്പോൾ മനോഹരൻ പറയണ അത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ, അല്ല ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നതേ നിന്നെ കോടതിയിലേക്ക് പറഞ്ഞു വിടണ്ട എന്ന് കരുതിയിട്ടാണ്, എൻ്റെ വഴി തടയാനാണോ നിങ്ങൾ വന്നത്, എങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, ഈ സിദ്ധാർത്ഥത്തിന് ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ. നടേശൻ പറയണേ നീ മനോഹരനോടും ദേവികയോടും കൂടുതൽ അടുക്കും തോറും എനിക്ക് അവരോടുള്ള വെറുപ്പ് കൂടുകയാണ്, അതുകൊണ്ട് അവർക്ക് ഓരോ തരത്തിലായി ഞാൻ പണി കൊടുത്തോണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ നിങ്ങൾ അവരെ ഒരു ചുക്കും ചെയ്യില്ല എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുന്ന നടേശൻ പറയണേ അത് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ നോക്കാനൊന്നുമില്ല, എൻ്റെ ചേച്ചിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് നിങ്ങളുടെ മകളെ എൻ്റെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്, അതിനുള്ള ഒരു വഴിയും ഞാൻ ഇനി കണ്ടെത്തുന്നുണ്ട്, അവിടെ നിന്നും മാറ്റാനുള്ള വഴിയും എനിക്കറിയാമെന്ന് പറയുമ്പോൾ അവിടെ നിന്നും എൻ്റെ മോളെ മാറ്റാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല, അവൾ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സിദ്ധു നടേശനെ വെല്ലുവിളിച്ചുകൊണ്ട് പോവാൻ കേട്ടോ. എന്നിട്ട് നടേശൻ ദേഷ്യത്തിൽ സിദ്ധു പറഞ്ഞ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ ഫ്രണ്ട്സുകളുടെ മുന്നിൽ നടേശൻ നാണം കേട്ടതുകൊണ്ട് നടേശന് ദേഷ്യത്തിലാണ് കേട്ടോ, പകയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നീട് സിദ്ധു ദേവിക്ക്
ദേവികയ്ക്ക് ഫോൺ വിളിച്ച് പറയണ ഞാൻ ഇന്ന് അച്ഛനുമായിട്ട് വീട്ടിലെത്തും എന്ന് പറയുമ്പോൾ ദേവികയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് ദേവിക പറയണ ഞാൻ അതിന് പുറത്തിറങ്ങാൻ വേണ്ടി ഞാൻ പ്രത്യേകം പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കാൻ കേട്ടോ. ഈ സമയം മുത്തശ്ശിയും പാർവതിയും ശരത്തും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ദേവികയെ കാണുന്ന സമയത്ത് കളിയാക്കിയിട്ട് ശരത്ത് പറയണ നമുക്ക് ഇന്നും അച്ഛൻ പുറത്തിറങ്ങുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട, എന്തായാലും ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, അച്ഛന് നമുക്ക് അടുത്ത തവണ ഉറപ്പായും പുറത്തിറക്കാം എന്ന് പറയട്ടോ. അപ്പോൾ ദേവിക പറയണ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, അച്ഛൻ ഇന്ന് പുറത്തു വരുമെന്ന് പറയുമ്പോൾ അതെന്താടി ദേവിക എനിക്ക് ഇത്രയ്ക്ക് ആത്മവിശ്വാസം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ സിദ്ധുവാണ് വാദിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ അല്ല അപ്പം പിന്നെ കഴിഞ്ഞ തവണ വാദിച്ചതും സിദ്ധു തന്നെയല്ലേ, അപ്പം പിന്നെ എന്താ മനോഹരന് പുറത്തിറങ്ങാൻ കഴിയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ദേവികയ്ക്ക് ഉത്തരം മുട്ടി പോവാണ്. അപ്പോൾ ശരത്ത് പറയണ ഞാൻ എന്തായാലും ഹൈക്കോടതിയിൽ നിന്നുമാണ് ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുള്ളത്, അച്ഛന് അടുത്ത തവണ ഉറപ്പായും ഞാൻ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും എന്ന് പറയുമ്പോൾ അല്ല ആരാണാവോ ആ വക്കീല് എന്ന് ദേവിക കളിയാക്കിയിട്ട് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണ അതെന്താ രാഘവനാണെന്നാ തോന്നുന്നത്, രാഘവിയാണെങ്കിലും രാഘവനാണെങ്കിലും അങ്ങനെ ഒരു വക്കീലില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ശരത്ത് പെട്ടെന്ന് അങ്ങ് പതറി പോവുകയാണ്. അപ്പോൾ ശരത്ത് പറയണ അത് പിന്നെ ഞാൻ ഹൈക്കോടതിയിൽ നിന്നുമാണ് ഇറക്കിയിട്ടുള്ളത്, ആണോ, അങ്ങനെയാണെങ്കിൽ അയാളോട് നീ പറഞ്ഞേക്ക് 4 പാട്ടും പാടിയിട്ട് തിരിച്ചു പോയേക്കാനേ എന്നും പറഞ്ഞ് ദേവിക കളിയാക്കിയിട്ട് അകത്തേക്ക് പോവാട്ടോ. അത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിയും പാർവതിയും ഒക്കെ എന്താ ദേവിക ഇങ്ങനെ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ശരത്താണെങ്കിലോ പതർച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ ഇവരുടെ മുന്നിൽ ഞാൻ കള്ളത്തരമാണ് പറയുന്നത് എന്ന് പൊളിയുമോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് അക്ഷരയുടെ സ്വർണ്ണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സീതാലക്ഷ്മി തങ്കച്ചി അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അവിടെ കിടന്ന് അധികാരത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ അക്ഷരയ്ക്കും നിരഞ്ജനും ജയശങ്കറും ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ എനിക്ക് അവകാശപ്പെട്ട സ്വർണം വാങ്ങാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണേ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, നിങ്ങളുടെ മകളുടെ പ്രായമുള്ള അക്ഷര നിങ്ങളോട് സീതാലക്ഷ്മി തങ്കച്ചിയോട് ആർത്തി പിടിച്ച തങ്കച്ചിയോട് കാണിക്കുന്ന ഔദാര്യം മാത്രമാണ് അവൾ അവളുടെ പ്രിയപ്പെട്ട ആഭരണങ്ങളൊക്കെ തിരിച്ചു തരുന്നത് എന്ന് പറയട്ടോ. അങ്ങനെ സീതാലക്ഷ്മി അഹങ്കാരത്തോടു കൂടി ജയശങ്കറിനെ തോൽപ്പിച്ചു എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ സീതാലക്ഷ്മി വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്ന സമയത്ത് സ്വാമി പറയാണ് വെറുതെ മേഡം ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കാതെ തരുന്ന ആഭരണങ്ങളുമായി തൽക്കാലം ഇവിടെ നിന്ന് പോവാൻ നോക്കണം എന്ന് പറയുമ്പോൾ അക്ഷരയ്ക്കും നിരഞ്ജൻ അങ്ങ് ദേഷ്യം വരട്ടോ. എന്നിട്ട് പറയണേ സ്വാമി ഒരക്ഷരം പോലും മിണ്ടി പോവരുത്, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഇതിലെന്തിനാ നിങ്ങൾ ഇടപെടുന്നത്, നിങ്ങൾക്ക് പുറത്തു പോയി നിൽക്കാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് സ്വാമിക്കൊന്നും മിണ്ടാനാവാതെ നിൽക്കണ്ട. അപ്പോൾ സീതാലക്ഷ്മി പറയണേ കൂടുതൽ വാചകം അടിക്കാതെ ഭാര്യയും ഭർത്താവും എനിക്ക് തരാനുള്ള ആഭരണം ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് പറയണേ. അങ്ങനെ അക്ഷരയുടെ സ്വർണ്ണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് ആഭരണപ്പെട്ടി തുറന്ന ശേഷം അതിലെ ആഭരണങ്ങൾ നോക്കി അക്ഷര പൊട്ടിക്കരയുകയാണ്. ആ ആഭരണങ്ങളെല്ലാം പ്രിയപ്പെട്ട എൻ്റെ ആഭരണങ്ങളെല്ലാം ഞാനിപ്പോൾ സീതാലക്ഷ്മിക്ക് കൊടുക്കേണ്ടി വന്നല്ലോ എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടാണ് മനസ്സ് നീറിക്കൊണ്ടാണ് ആഭരണങ്ങൾ മുഴുവനും സീതാലക്ഷ്മിക്ക് അക്ഷര കൊണ്ടു കൊടുക്കുന്നത്. ആഭരണങ്ങളെല്ലാം കയ്യിൽ കിട്ടിയ സീതാലക്ഷ്മി പറയാണ് നിന്റെ ഭർത്താവ് തന്ന പ്രണയ സമ്മാനവും നിന്റെ അച്ഛൻ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത പ്രണയ സമ്മാനവും അങ്ങനെ എല്ലാം തന്നെ ഇനി എൻ്റെ കഴുത്തിൽ കിടക്കട്ടെ, നിന്റെ താലിമാല ഞാൻ ഊരി വാങ്ങുന്നില്ല, അത് എനിക്ക് അറുത്തെടുക്കാനുള്ളതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് സീതാലക്ഷ്മി ആ ആഭരണങ്ങളൊക്കെ അണിയുന്ന സമയത്ത് അക്ഷര പൊട്ടി കരയുകയാണ്. കാണുന്ന ജയശങ്കറിനും നിരഞ്ജനും വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. സീതാലക്ഷ്മിയുടെ അഹങ്കാരത്തിന്റെ മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതോട് കൂടിയിട്ടാണ് സീതാലക്ഷ്മി കാണിക്കുന്നതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയം നിത്യയുടെ അടുത്തേക്ക് ദേവിക ചെന്നിട്ട് പറയണ നമ്മുടെ അച്ഛനെ ഇന്ന് തന്നെ സ്തുതി ഇറക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്, പിന്നെ അവൻ്റെ ബൈക്ക് കത്തിച്ചത് അവനോടുള്ള ഒന്നാമത്തെ പ്രതികാരമായിരുന്നു, ഇനി അവന് അടുത്ത പ്രതികാരം ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്, അവന് രണ്ടാമത്തെ ഒരു കുട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ഇനി നിത്യ എണീക്കാൻ പോവാണ്. നിത്യ ബെഡിൽ നിന്നും എണീറ്റ് കുറേശ്ശെ നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ സമയം സിദ്ധു മനോഹരുമായിട്ട് വീട്ടിലേക്ക് എത്തേണ്ട മനോഹരനെ കണ്ടതോടുകൂടി ദേവിക പൊട്ടി കരഞ്ഞുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് മനോഹരനെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ദേവികയുടെ കൈയും പിടിച്ച് നിത്യ പതിയെ നടന്നു വരുന്നത് മുത്തശ്ശിയുടെയും പാർവതിയുടെയും അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ അവർ നിത്യ നടന്നു വരുന്നത് കാണുമ്പോൾ അതിശയത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് ഷോക്കായി പോവാൻ കേട്ടോ. എന്നിട്ട് ശരത്ത് ഓടി ചെല്ലുകയാണ്. നിത്യ എങ്ങാനും എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ള പേടിയോട് കൂടിയിട്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് നിത്യയെ തള്ളിയിടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ദേവിക അങ്ങ് തടയുകയാണ്. ദേവിക അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ശരത്തിന് ഇനി കഷ്ടകാലം തുടങ്ങാൻ പോവുകയാണ്. ഇവളെങ്ങാനും എല്ലാ സത്യവും പറയുമോ, അതോ ദേവിക പറഞ്ഞതുപോലെ നിത്യയ്ക്ക് ഇനി ഒന്നും ഓർമ്മയില്ലായിരിക്കുമോ എന്നുള്ള ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇനി നിത്യയുടെ കള്ളത്തരം വീണ്ടും പൊളിക്കാൻ വേണ്ടി ശരത്ത് വേറൊരു നമ്പർ ഇറക്കുന്നുണ്ട്. പാമ്പിനെ കൊണ്ടുവന്ന് പാമ്പ് പോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് നിത്യ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് നിത്യയോട് പറയണേ നിന്റെ അഭിനയം ഇന്ന് ഞാൻ പൊളിക്കും, നിന്റെ ദേഹത്തേക്ക് ഞാനിപ്പോൾ നല്ല വിഷമുള്ള പാമ്പിനെയാണ് ഇടാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിത്യയ്ക്ക് നല്ല പേടിയാവുക കേട്ടോ. അങ്ങനെ പാമ്പാണെന്ന് കരുതിയിട്ട് നിത്യയുടെ ദേഹത്തേക്ക് ശരത്ത് ആ പ്ലാസ്റ്റിക്കിൻ്റെ പാമ്പ് അങ്ങ് എടുത്ത് എറിയുന്ന സമയത്ത് നിത്യ അറിയാതെ അങ്ങ് പേടിച്ച് അലറിങ്ങോണ്ട് അവിടെ ബെഡിൽ നിന്നും എണീറ്റിരിക്കും.
ഇരിക്കുകയാണ്. അതോടുകൂടി ശരത്തിന് മനസ്സിലാവാണ്, അപ്പോൾ ഇവൾ നടക്കാനും കഴിവുണ്ട്, ഇവൾക്ക് എന്തൊക്കെയോ ഓർമ്മയുമുണ്ട് എന്ന് ശരത്തിന് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ ശരത്തിനെ ഒരു പാഠം പഠിപ്പിക്കാനും വെള്ളം കുടിപ്പിക്കാനും നിത്യയും ദേവികയും കൂടി രംഗത്തിറങ്ങുകയാണ്.